ഗീതേ, ഒന്ന് ഇവിടെ വരെ വരൂ. ദേവേട്ടാ, ഞാനിവിടെ തിരക്കില്ല, ഒന്ന് ഇങ്ങോട്ട് വന്നോളൂ. എന്താടോ, തന്റെ പണിയൊന്നും കഴിഞ്ഞില്ലേ? ഇല്ല ദേവേട്ടാ, കഴിഞ്ഞിട്ടില്ല. അപ്പൊ വരുമ്പോഴേക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണ്ടേ? അത് പറയാനാ ഞാൻ വന്നേ. കുറുപ്പേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. ആണോ? ഫ്ലൈറ്റ് ലേറ്റ് ആണോ പറഞ്ഞിരുന്നല്ലോ? അതെ, ഫ്ലൈറ്റ് ലേറ്റ് ആണ്. എന്നാ ശരി, താന് റെഡി ആക്കിക്കോ, ഞാൻ അപ്പോഴേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ, ശരി ഏട്ടാ. യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ? ഗോവിന്ദൻ കുഞ്ഞ് വന്നില്ലേ? ഓ, യാത്രയൊക്കെ നന്നായിരുന്നു മാമേ. ഇല്ല, അമ്മാവനും അമ്മായും അടുത്ത ആഴ്ച വരുള്ളൂ. അവിടെ ബിസിനസ്സൊക്കെ പെട്ടെന്ന് വിട്ട് വരാൻ പറ്റില്ലല്ലോ, അതാ. അതും ശരിയാ. എന്നാ വാ കുഞ്ഞെ, നമുക്ക് പോവാം. കുറുപ്പ് മാമേ, ഇവിടെ ഇപ്പോഴൊരു മാറ്റം ഇല്ലാലേ? കുഞ്ഞിന് ഇപ്പോഴും ഇവിടെയൊക്കെ ഓർമ്മയുണ്ടോ? ഇതൊന്നും ഞാൻ മറന്നിട്ടില്ല മാമേ. ഞാൻ ജനിച്ചു വളർന്ന നാടല്ലേ, അങ്ങനെ മറക്കാൻ പറ്റുമോ? അവിടെ ഗോവിന്ദമാമിക്ക് തിരക്ക് കാരണമാണ് ഇങ്ങോട്ട് വരാൻ പറ്റാഞ്ഞത്. ഇതാണ് മനക്കൽ തറവാട്. ആ നാട്ടിലെ തന്നെ വലിയ തറവാടാണ്. ബിസിനസ്സും സ്കൂളും കോളേജും ഒക്കെ ആയി മനക്കൽ തറവാട്ടുകാർ പ്രശസ്തരാണ്. മോനെ, അപ്പോ എത്രയായടാ അമ്മ ഒന്ന് നേരിട്ട് കണ്ടിട്ട് എന്റെ കുഞ്ഞിനെ? ഒന്ന് പോ അമ്മേ. ദിവസം രാവിലെ വൈകുന്നേരം ഒക്കെ വീഡിയോ കോൾ ചെയ്യുന്ന ആളായി പറയുന്നത്. നല്ല കഥ. വേണ്ട അഗ്നി, അല്ലെങ്കിലും ഞങ്ങളെ പോലുള്ള അമ്മമാരുടെ വിഷമമൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അതെങ്ങനെയാ? നിങ്ങൾക്കും കുട്ടികളാണ്, അപ്പോഴേ അറിയുള്ളൂ ഇതൊക്കെ. തുടങ്ങിയോ അമ്മയും മോനും കൂടി? എന്റെ ഗീത, അവൻ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. നീ അവനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കുളിക്കാനുള്ളതൊക്കെ എടുത്തു കൊടുക്കും. എന്നിട്ട് അവനൊന്ന് ചെന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് ലേശം ഉറങ്ങട്ടെ. അച്ഛേ. ഓ, ഇനി ഞാൻ ഔട്ടല്ലേ? ആയിക്കോട്ടെ, ഞാൻ നിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാം ശരിയാക്കി നിന്റെ റൂമിൽ വെക്കാട്ടോ. ഈ അമ്മയ്ക്ക് തിരി കുശുമ്പില്ലല്ലേ അച്ഛേ? ശരി ശരി, നീ വേഗം വരണം കേട്ടോ. ശരി അമ്മ. യാത്രയൊക്കെ സുഖമായിരുന്നോ മോനെ? ഗോവിന്ദൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ എത്തിയെന്നറിയാൻ വേണ്ടിയിട്ട്. മോൻ്റെ ഫോൺ ഓഫാണെന്ന് പറഞ്ഞു. ഓ ഷീറ്റ്, സോറി അച്ഛാ, ഫോൺ ഓഫാക്കിയിരുന്നു. ഓൺ ചെയ്യാൻ മറന്നുപോയി. ഞാൻ വിളിക്കേണ്ട അമ്മാവനെ. അല്ല, ഇവിടെ ഹരിയില്ലേ? കണ്ടില്ലല്ലോ. അവനെ അമ്പലപ്പറമ്പ് കാണാം, കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. പക്ഷെ എന്ത് കളക്ഷനാണോ എനിക്കറിയില്ല. കള്ളക്കോഴി, അവൻ്റെ ബിസിനസ് തുടങ്ങിയല്ലോ. എന്താടാ? ഒന്നുമില്ല ദേവേട്ടാ, വായോ, നമുക്ക് അകത്തേക്ക് പോവാം. ഡാ വേണ്ടട്ടാ. മോൻ ചെല്ലു, പോയി കുളിച്ചിട്ടൊക്കെ ഫ്രഷ് ആയിട്ട് വാ. ശങ്കുളിനാര് വിളിച്ചിട്ടുണ്ടായിരുന്നു കുളമൊക്കെ വൃത്തിയാക്കാൻ പറഞ്ഞിട്ട്. ഞാൻ അവിടെ വരെ ഒന്ന് പോയി വരാം. എനിക്കിനി കുളത്തിൽ കുളിക്കാലോ. ശരി അച്ഛാ, ഞാനൊന്ന് ചെല്ലട്ടെ. ഏതവനാടാ അത്? അഗ്നി, എടാ നീയോ? ഐ മിസ് യു സോ മച്ച് മാൻ. അല്ലടാ, എവിടെ വരെ എത്തി നിന്റെ കളക്ഷൻസ് ഒക്കെ? ഒന്ന് രണ്ടെണ്ണം കുഴപ്പമില്ല, ബാക്കിയൊക്കെ കണക്കാളിയാ. ഒന്നും പോരാന്നേ. ഈ എടാ, എന്താ അവൻ്റെ ഒരു കിണി? അതൊക്കെ പോട്ടെ, പറ നിന്റെ അമേരിക്കൻ വിശേഷങ്ങൾ എന്തൊക്കെയാ പറ. ആടളിയാ, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോന്നു. അല്ലളിയാ, ഇനി പോകുന്നുണ്ടോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. അമ്മ ഉത്സവം കഴിയുന്നവരോട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്.
ചിലപ്പോൾ പോവും, അല്ലെങ്കിൽ പോവില്ല. ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, അമ്മാവനൊന്നും പറഞ്ഞിട്ടില്ല. ശരി അളിയാ, 2 ദിവസം കഴിഞ്ഞ് ഉത്സവമല്ലേ, നമുക്കൊരു കലക്കണ്ട അളിയാ. പിന്നല്ല, അതിനല്ല ഞാൻ ഇത്രയും വർഷം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നത് മോനെ. ശരി അളിയാ. എടി, ഏതാടി ഈ ഇറക്കുമതി? മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അറിയില്ല, ആരാണാവോ? അതെ ചേച്ചി, ആ ചേട്ടനാരാ? ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതാണ് അഗ്നിമോൻ, നമ്മുടെ മനക്കിലെ സുദേവൻ സാറിൻ്റെ മോനാണ് അഗ്നിദേവ്. അമേരിക്കയിലായിരുന്നു, ഇന്നലെ എങ്ങാണ്ട് വന്നിട്ടുള്ളൂ. ഇന്നും ആ സുധിയും കൂട്ടർ അവരുടെ പതിവ് കലാപരിപാടിയായിരുന്നു. പക്ഷെ അഗ്നിമോ വെറുതെ ഇരിക്കുവോ? കൊടുത്തില്ല അങ്ങോട്ട്. അഗ്നിദേവ് എന്തോ ആ വിളിക്ക് കാതോർത്തുന്ന പോലെ അവൻ അവർ നിൽക്കുന്ന ഇടത്തേക്കൊന്ന് നോക്കി. എന്റെ തെങ്കാശി തമിഴ് പൈങ്കിളി കുറി ചൊല്ലുന്ന മലത്തേൻ കിളി, എന്റെ കരളിന്റെ കഥ കേൾക്കുമോ? കന്നിക്കൂറിമാനം അവൾ കേകുമോ? അവളില്ലാതെ ഞാനില്ല എന്നെന്റെ പെണ്ണിന്റെ കാതിൽ നീ ചൊല്ലുമോ പരിഭവം? ഇതൊരു പുണ്യഭൂമിയോ? നിന്നെ പോലുള്ളവന്മാർക്ക് നിന്റെയൊക്കെ സൂക്കേട് തീർക്കാൻ വരുന്ന സ്ഥലമല്ല. കേട്ടോടെ പൊന്നം മോനെ. ഹോ, എന്നാലും എന്തൊരു അടിയായിരുന്നടി. കണ്ടിട്ട് എൻ്റെ രോമം വരെ അറ്റൻഷൻ അടിച്ച് മുങ്ങ് പോയി. ആ ചേട്ടൻ എന്തായാലും കൊള്ളാം അല്ലേടി? അതെ, ആളൊരു ഹോട്ട് ആൻഡ് ഹാൻസം ആണ്. എന്താടി ഒരു ഇളക്കം? ഏയ്, ഒന്ന് പോയേടി. ഇന്നലെ അമ്മ പറഞ്ഞിരുന്നു അജ്ഞേട്ടൻ വരുന്ന കാര്യം. അമേരിക്ക ഒരുപടി എന്തായാലും കൊള്ളാം അല്ലേ? അതെ, നീ പറഞ്ഞത് ശരിയാ. അല്ല, ഈ നന്ദ എന്ത് ഏത് ലോകത്താ? ഏയ്, ഞാൻ ചുമ്മാ. இந்த இரவிலே நான் படுக்கும் போது மடியில் சாயும் நீயடி, அந்த நினைப்பிலே நீ மாயும் போது தூங்க முடியல ஏனடி. നന്ദ, നീ ആരെയാ നോക്കുന്നേ? ഏയ്, ഞാൻ ആരെയും നോക്കുന്നില്ല. ഓക്കെ, എന്നാ നമുക്ക് പോവാം. ശരി, വാ പോവാം. അങ്ങനെ നാളുകൾ കടന്നുപോയി. അന്നത്തെ സംഭവത്തിന് ശേഷം അഗ്നി കുറച്ചുകൂടെ ഫേമസ് ആയി. സുധിയുടെ ചേട്ടൻ അഗ്നിയെ പേടിച്ചുകൊണ്ട് സുധിയോട് ഈ പ്രശ്നത്തിനൊന്നും നിൽക്കരുതെന്ന് പറയുകയും ചെയ്തു. അഗ്നി ചെറുപ്പക്കാർക്കിടയിൽ ഒരു ആരാധനയായി മാറാൻ അത്ര സമയമൊന്നും വേണ്ടി വന്നില്ല. നാട്ടിലെ കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി അഗ്നി ലൈബ്രറി തുറന്നു. കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുത്തും അവൻ എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടി. ഇടയ്ക്ക് നമ്മുടെ മൂവർ സംഘവും കാണും അവൻ്റെ കഥ കേൾക്കാൻ. നന്ദിക്ക് അവനോടും അവൻ്റെ കഥകളോടും എല്ലാം ആരാധനയായി. അത് അവൾ പോലും അറിയാതെ പ്രണയമായി മാറുകയും ചെയ്തു. ഒരു ദിവസം കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ സുധിയുടെ ഒരു കൂട്ടുകാരൻ നന്ദിയുടെ വഴി തടഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലോ മോളെ? ചേട്ടൻ ചോദിക്കട്ടെ. നിന്റെ ക്ലാസ്സിലെ പെൺകുട്ടിയെ ഞാൻ ശല്യം ചെയ്യുന്നതിനോ? നിനക്കെന്താ? നീ എന്തിനാ പ്രിൻസിപ്പാളിനോട് പോയി കംപ്ലൈന്റ് കൊടുത്തത്? നീ ആരാണെന്നാണ് നിന്റെ വിചാരം? എന്തായാലും മോള് പോയി പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിനി നിന്നെ മതി. വഴിയൊന്ന് മാറി ചേട്ടാ. അവള് പാമായത് കൊണ്ട് നിങ്ങളെപ്പോലുള്ളവർക്ക് എന്തും ചെയ്യാനാണോ? പെൺകുട്ടികളെ വഴി തടഞ്ഞു നിർത്തിയാണാടാ നിന്റെയൊക്കെ അഭ്യാസം? അത് അഗ്നി, വെറുതെ ഞാൻ ഈ കുട്ടിയോട് അവളെ ഒന്ന് ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്ന് കിട്ടിയ തല്ലൊന്നും നീ മറന്നിട്ടില്ലല്ലോ. ഇനി മേലെ നിന്നെ ഈ പരിസരത്ത് കണ്ട പിന്നെ നിന്നെ ആരും കാണില്ല, കേട്ടോടാ? എന്താ? ഒന്നുമില്ല. നിന്റെ വീട് എവിടെയാ? ആ വയലിന്റെ അപ്പുറം.
നടക്ക്, ഞാൻ അവിടെ കൊണ്ടാക്കാം. അയ്യോ, എന്താടി? അത് ബുദ്ധിമുട്ടാവില്ലേ? ഞാൻ 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 പൊക്കോളാം. താൻ നടക്ക്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി ഇയാൾക്ക് എൻ്റെ കൂടെ വരെ വല്ല പേടിയുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ആ എന്നാ ശരി, കുട്ടി വേഗം നടന്നേ. അതൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ബാംഗ്ലൂരിൽ വെച്ച്. പക്ഷേ പെട്ടെന്ന് മെയിൽ വന്നു, പോസ്റ്റ്പോൺ ആക്കിയെന്ന് പറഞ്ഞു. ആ ദേഷ്യത്തിൽ വരുമ്പോഴാണ് ഞാൻ നിങ്ങളെ കണ്ടത്. തനിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് കേട്ടോ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. പിന്നെ ഇന്റർവ്യൂ ഒക്കെ ശരിയായിക്കോളും. കീറുന്നില്ലേ? ചായ കുടിച്ചിട്ട് പോവാം. ഏയ് ഇല്ലടോ, പിന്നെ ഒരിക്കലാവട്ടെ. എന്നാ ശരി. അന്ന് നന്ദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. ഒരച്ഛൻ്റെ സംരക്ഷണം കിട്ടാത്ത അവൾക്ക് അന്ന് ആദ്യമായി ഒരുവൻ്റെ സംരക്ഷണം കിട്ടിയപ്പോൾ തനിക്കും ഒരു തണലുണ്ടെന്ന് അവൾ ആശ്വസിച്ചു. എന്താ സീതാമ്മേ പുറത്ത് നിൽക്കുന്നേ? ഇതാരെ നോക്കി നിൽക്കുക? ആ, ആരിത്? വീണുമോളോ? മോളെന്താ ഈ വഴിക്ക്? ഞാൻ ആ കുട്ടിയെ നോക്കി നിൽക്കുക. 3 പാല് വാങ്ങാൻ പോയിട്ട് ഇതുവരെ ആയിട്ട് കാണുന്നില്ല. അതെന്താ, എനിക്ക് ഈ വഴി വന്നൂടെ? അയ്യോ, അതല്ല കുട്ടിയെ, മോള് കുറെ ആയാലും ഈ വഴി വന്നിട്ട്, അതുകൊണ്ടാ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ സീതാമ്മേ. ഞാൻ ഈ നോട്ട്ബുക്ക് ഒന്ന് നന്ദയ്ക്ക് കൊടുക്കാൻ വന്നതാ. ആണോ? മോളെന്നാ അകത്തേക്ക് ചെല്ല, അവളുടെ റൂമിൽ വെച്ചോ. അപ്പോഴേക്കും ഞാൻ മോൾക്ക് ചായയും ഇലയുടെ ഉണ്ടാക്കാം. അയ്യോ, ഇലയുടെ ഉണ്ടോ? ഇന്ന് ഞാൻ ഇതേ പോയി ഇതാ വന്നു. റൂമിലെത്തിയ നോട്ട്ബുക്ക് മേശയിൽ വെച്ച് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങവെയാണ് അവൾ കട്ടിലിൽ കിടന്നിരുന്ന ഒരു ഡയറി കണ്ടത്. അത് കയ്യിലെടുത്ത് പെട്ടെന്നാണ് അതിൽ നിന്നൊരു ഫോട്ടോ നിലത്ത് വീണത്. ആ ഫോട്ടോ കണ്ട് അവളൊന്ന് ഞെട്ടി. അഗ്നിയേട്ടൻ, ഈ ഫോട്ടോ എന്താ ഇവളെ എടുത്ത്? വീണ ആ പുസ്തകം അതിൻ്റെ ഓരോ പേജായും മറിക്കാൻ തുടങ്ങി. അതിൽ ഓരോ പേജിലും നന്ദ അഗ്നിയോടുള്ള പ്രണയത്തെക്കുറിച്ച് വർണ്ണിച്ചതായിരുന്നു. ഇതെല്ലാം കണ്ട വീണ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് വാതിൽപ്പടിയിൽ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവിടെ അവളെയും അവളുടെ കയ്യിലെ ഡയറിയും നോക്കി നന്ദ നിൽക്കുന്നു. വീണ ഒന്നും മിണ്ടാതെ ബുക്കിൽ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് അവിടുന്ന് കാറ്റുപോലെ പോയി. നന്ദ വീണയുടെ ആ പ്രവൃത്തിയിൽ ഒന്ന് തരിച്ചു നിന്നു. വീണ പോകുന്നത് കണ്ടുകൊണ്ടാണ് ആ സീതമ്മ അടുക്കളയിൽ നിന്ന് വന്നത്. അയ്യോ, വീണമോൾ എന്താ മോളെ പോയേ? അതമ്മ അവൾക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. ആണോ? ഞാൻ മോൾക്ക് വേണ്ടി ഇലയുടെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. സാരല്ലേ, ഇനി പിന്നെ ഒരിക്കൽ കൊടുക്കാം. അല്ല, മോൾക്ക് ഇതെന്ത് പറ്റി? വെയ്യേ? അത് നല്ല തലവേദന അമ്മയ, ഞാനൊന്ന് കിടക്കട്ടെ. ആണോ? എന്ന മോള് ചെന്ന് കുറച്ച് കിടക്കാം. നന്ദ വാതിൽ കുറ്റിയിട്ട് കട്ടിലേക്കിരുന്നു. ഇത്രയും കാലം താൻ മായയോടും ആരോടും തന്നെ പറയാത്ത തൻ്റെ പ്രണയം ഇന്ന് വീണറിഞ്ഞിരിക്കുന്നു. അവൾ ഇനി തന്നെ പറ്റി എന്ത് വിചാരിക്കും? അവനെപ്പോലെ ഒരുവനെ സ്നേഹിക്കാനുള്ള അർഹത തനിക്കില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് തന്നെ അപകർഷതാബോധം അവളിൽ ചുറ്റി വരിക. നന്ദ ആ ഫോട്ടോ ഒന്ന് കയ്യിലെടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യുക ദേവേട്ട? ആരോടും പറയാതെ എൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച പ്രണയം അറിഞ്ഞിരിക്കുന്നു. ഇനി ഞാൻ അവളോടും മായോടും എന്തു പറയും? അഗ്നിയും ഹരിയും ബാംഗ്ലൂരിലേക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അവർക്ക് അവിടെ തന്നെ ജോലി ലഭിക്കുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം വീണ നന്ദയോടൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ വീണ ഒരിക്കലും ഇക്കാര്യം മായോട് പറഞ്ഞിട്ടുമില്ല എന്നത് അവൾക്കൊരാശ്വാസം തന്നെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം നന്ദയുടെ ഫോണിലേക്ക് വീണയുടെ മെസ്സേജ് വരുന്നത്. അവൾക്ക് നന്ദയെ ഒന്ന് തനിച്ചു കാണണമെന്ന് പറഞ്ഞിട്ട്. വീണ, നിനക്ക് ഇനിയും എന്നിൽ നിന്നെല്ലാം തട്ടിപ്പറിച്ചിട്ട് മതിയായില്ലേ നന്ദ? വീണ, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. ആവില്ല, നിനക്കൊരിക്കലും മനസ്സിലാവില്ല. നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് പലതുമാണ്. ഇനി ഇതും കൂടി നഷ്ടപ്പെട്ടാൽ ഞാൻ അനുവദിക്കില്ല. ഇത് കേട്ടോ നന്ദ, അഗ്നിയേട്ടനെ ഞാൻ നിനക്ക് തരില്ല. എന്ത് വീണ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? കുഞ്ഞുനാൾ മുതൽ തുടങ്ങിയതാ നിന്നെ കണ്ടു പഠിക്കാൻ. നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ അമ്മയുടെ കമ്പാരിസൺ. നിനക്ക് ഓരോ അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അതിനെല്ലാം ബലിയാടായത് ഞാനാ. എനിക്ക് കിട്ടേണ്ട എത്രയോ ഒന്നാം സ്ഥാനങ്ങൾ നീ എടുത്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്ത് കണ്ടിട്ടാണ് നിനക്ക് തന്നതെന്ന് എനിക്കറിയില്ല. നീ എന്നിൽ നിന്നെല്ലാം തട്ടിയെടുത്തു. പക്ഷെ അഗ്നിയേട്ടൻ, അതിന് ഞാൻ സമ്മതിക്കില്ല. അഗ്നിയേട്ടനെ എനിക്കിഷ്ടമാണ് നന്ദ. എൻ്റെ അച്ഛനോട് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ വിവാഹകാരെ അവരുടെ വീട്ടിൽ സംസാരിക്കാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്റെ ഇഷ്ടം
അത് നീ മറന്നേ പറ്റൂ നന്ദ. നീ മറക്കണം. പ്ലീസ് നന്ദ, പ്ലീസ്. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യില്ലേ? ഈ വീണയ്ക്ക് വേണ്ടി നീ ഇത് ചെയ്യില്ല നന്ദ. എന്താ നീ ഒന്നും പറയാത്ത? പ്ലീസ് എന്നോട് ക്ഷമിക്ക്. ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറയാ, പക്ഷെ അതിനായിട്ട് എനിക്ക് പറ്റില്ല നന്ദ. ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയി. അദ്ദേഹം ഇല്ലാതെ മറ്റാരെയും എനിക്ക് വേണ്ട. പ്ലീസ് നന്ദ, ഞാൻ നിന്റെ കാല് പിടിക്കാം നന്ദ. നീ മറക്കില്ലേ വീണ? അത് എനിക്കറിയില്ലായിരുന്നു. എന്നോട് എന്നോട് ക്ഷമിക്ക് നീ. ഞാൻ പറ നന്ദ, നീ മറക്കില്ലേ? ഞാൻ മറന്നോളാം. രാമേട്ടനോ? ഇരിക്കൂ, ഞാൻ ചായ ഇടാം. ആ ആയിക്കോട്ടെ. മധുരം ലേശം മതി കേട്ടോ. പിന്നെ മോൾ എവിടെ കാണുന്നില്ലല്ലോ? ഞാനൊരു സന്തോഷ വാർത്ത കൂടി പറയാനാണ് വന്നത്. ആണോ? മോള് റൂമിലുണ്ട്, ഞാൻ വിളിക്കാം. കൃഷ്ണച്ച. ഹാ മോള് വന്നോ? സുഖല്ലേ നിനക്ക്? മോളൊന്ന് വന്നേ, എനിക്ക് മോളോടൊന്ന് സംസാരിക്കാനുണ്ട്. വീണമോൾ എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അവൾക്ക് അഗ്നിമോനെ മതിയെന്നാ പറയുന്നേ. എന്നോട് ഇതിനെക്കുറിച്ച് ഒരാഴ്ച മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും അഗ്നിമോന്റെ അച്ഛനും കൂടി സംസാരിച്ചു. അവർക്ക് ഇതിന് എതിർപ്പൊന്നുമില്ല. പിന്നെ മോൻ വന്നിട്ട് സംസാരിക്കുക എന്നാ പറഞ്ഞത്. മോൾ ഇതങ്ങ് മറക്കണം. വീണ ഒരേ വാശിയാണ്. അച്ഛൻ കുറച്ച് സ്വാർത്ഥനാവുകയാണ്. എന്നോട് ക്ഷമിക്കും മോളെ. മാത്രമല്ല, ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്താം. മോൾക്ക് അറിയാലോ, ഇപ്പൊ ബിസിനസ്സൊക്കെ എല്ലാം നഷ്ടത്തിലാണ്. കൃഷ്ണച്ച ഒന്നും കൊണ്ട് പേടിക്കണ്ട. ഞാനൊരിക്കലും അവർക്കിടയിൽ വരില്ല. അതുമല്ല, ഇതിനെക്കുറിച്ച് ഞാൻ ആരോട് പറയുകയില്ല. എന്നാ ശരി കൃഷ്ണച്ച, ഞാനൊന്ന് പൊക്കോട്ടെ. എന്നാ ശരി മോളെ, മോള് പൊക്കോ. വരൂ, ചായ കുടിക്കാം. ഹാ, ഞങ്ങൾ വന്നത് ഒരു സന്തോഷകാര്യം പറയാനാണ്. വീണമോളുടെ കല്യാണം ശരിയായി. വരൻ മറ്റാരുമല്ല, നമ്മുടെ മനക്കിലെ അഗ്നിമോനാണ്. മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം പറഞ്ഞപ്പോൾ ഞാൻ അവരുമായത് സംസാരിച്ചു. അവർക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ മോന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകും. ആണോ? നല്ല കാര്യം. ആ മോൻ വീണമോൾക്ക് നന്നായി ചേരും. വീണമോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നോ? എല്ലാം നല്ലതുപോലെ നടക്കാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വൈകുന്നില്ല. ഞങ്ങൾ ഇതുവഴി ഒന്ന് പോയപ്പോൾ കയറിയതാ. എന്നാ പോട്ടെ. നാളുകൾ ഓടിപ്പോയി. ഗീതയുടെ ഒരേ നിർബന്ധം കൊണ്ട് അഗ്നിയും വിവാഹത്തിന് സമ്മതിച്ചു. സമ്മതിച്ചതല്ല, അവന്റെ ആ മൗനം അവർ സമ്മതമായി എടുത്തു. അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കല്യാണത്തിന് ഒരുങ്ങി. പക്ഷെ അതിനിടയിൽ ഒരു മൂകമായ മുഖം മാത്രം ഉണ്ടായിരുന്നു. കുറെ ഒഴിഞ്ഞു മാറിയെങ്കിലും അവസാനം അവൾക്കെല്ലാം മായയോട് പറയേണ്ടി വന്നു. അവൾ പറഞ്ഞെന്ന് വെച്ച് വിട്ടുകൊടുക്കണമായിരുന്നോ നിനക്ക്? ഇതിനായിട്ടാണോ നീ മനസ്സിൽ കൊണ്ടു നടന്നത്? നീ എന്തിനാ അവൾ പറഞ്ഞതിനനുസരിച്ച് നിന്റെ ഇഷ്ടം വേണ്ടെന്ന് വെച്ചത്? അവൾക്ക് നിന്നോട് അസൂയയാണ്. ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണോ ഈ കല്യാണത്തെ സമ്മതിച്ചപ്പോൾ എനിക്ക് സംശയമുണ്ട്. ഞാൻ എങ്ങനെയാണ് അവരോട് എനിക്ക് പറ്റില്ലെന്ന് പറയാൻ കഴിയുക? എൻ്റെ അച്ഛൻ പോയതിന് ശേഷം അവരല്ലേ എന്നെ നോക്കിയതും പഠിപ്പിച്ചതല്ല. ഉണ്ട ചോറ് നന്ദി കാണിക്കണ്ടേ ഞാൻ? അതും പോരാത്തതിന് കൃഷ്ണാച്ചൻ കൂടി വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറ്റിയില്ലടി. സ്നേഹം എന്നത് എനിക്ക് ഒരിക്കലും വിധിച്ചിട്ടില്ല. നീ എന്താ അങ്ങനെ പറഞ്ഞേ? നിന്നെ സ്നേഹിക്കാൻ നിന്റെ അമ്മയില്ലേ, ഞാനില്ലേ? എന്താ ഞങ്ങളൊന്നും നിനക്ക് പറ്റില്ല എന്നുണ്ടോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പോട്ടെ, അതൊക്കെ വിട്. അടുത്ത മാസം അവരുടെ കല്യാണമാണ്. നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റുകയാണെങ്കിൽ നീ മറക്കണം. അറിയില്ല, എനിക്കതിന് കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ശ്രമിക്കും. എൻ്റെ ആദ്യത്തെ കല്യാണക്കുറി നിനക്ക് തന്നെ തരണമെന്നുണ്ടായിരുന്നു. ഇതിരിക്കട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാനെന്നാ പോട്ടെ. അഗ്നിയേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. നന്ദുവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വീണ അങ്ങനെ പറഞ്ഞത്. വീണയുടെയും അഗ്നിയുടെയും കല്യാണം ഉറപ്പിച്ചുവെങ്കിലും ഇതുവരെയായിട്ടും അവരൊന്ന് പുറത്തു പോവുകയോ സംസാരിക്കുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അന്ന് അവൾക്ക് കല്യാണത്തിന് പോകാൻ സാധിച്ചില്ല. സീതയുടെ അനുജന് സുഖമില്ലെന്ന് പറഞ്ഞ് അവൾ സീതയുടെ വീട്ടിലായിരുന്നു. പിന്നെ അറിഞ്ഞത് വീണ അഗ്നിയുടെ കൂടെ ബാംഗ്ലൂരിലേക്ക് പോയി എന്നതാണ്. അതിനുശേഷം രാമകൃഷ്ണൻ പോലും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. നന്ദയ്ക്ക് പിന്നീട് ജോലി ലഭിക്കുകയും അവർ അവരുടേതായ കൊച്ചു സന്തോഷത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു.